നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട 1-2 വാർത്തകൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. നാട്ടുപട്ടം വാർത്തകൾ നിങ്ങൾ കാണുകയും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുകയും വേണം. നമ്മുടെ നാടിൻ്റെ പൊതുവായ ഒരു സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക, സാമൂഹിക പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വാർത്തയിൽ ഉൾപ്പെടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാർത്തകളും മറ്റും നമുക്ക് അയച്ചു തരണം. ഒപ്പം എല്ലാം ഞങ്ങളെ അറിയിച്ചാൽ ഞാൻ കഴിയുന്നത്ര ഞങ്ങൾ ഇതിന് നേരിട്ട് വരാൻ ശ്രമിക്കും. അങ്ങനെ കഴിയാതാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ കുറച്ച് 2-3 ക്ലിപ്പിങ്സ് കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസും അയച്ചു തന്നാൽ വാർത്ത നമുക്ക് കൊടുക്കാവുന്നതാണ്. വാർത്തകളിലേക്ക് നമുക്ക് പോകാം. നാളെ ജൂൺ 15 വൃദ്ധ ശകാര അവബോധ ദിനമാണ്. വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ. ലോക പുഞ്ചിരി ദിനമാണ്. വേൾഡ് സ്മൈലിംഗ് ഡേ. ആഗോള കാറ്റ് ദിനമാണ്. ഗ്ലോബൽ വിൻഡ് ഡേ. പ്രകൃതി ഛായാഗ്രഹണ ദിനം. നേച്ചർ ഫോട്ടോഗ്രാഫി ഡേ. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് പ്രഭുക്കന്മാരുടെ അവകാശ പത്രിക അംഗീകരിച്ചുകൊണ്ട് മാഗ്ന കാർട്ടയിൽ മുദ്രവെച്ചു. 1215 ഇത്. മിന്നലിൽ നിന്നും വൈദ്യുതി ഉണ്ടാകുന്നുവെന്ന് സ്ഥാപിക്കാൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പട്ടം പറത്തി പരീക്ഷണം നടത്തി. 1752 ഇത്. റബ്ബറിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന വാൽക്കനൈസേഷൻ എന്ന സംവിധാനത്തിന് ചാൾസ് ഗുഡിയർ പേറ്റന്റ് നേടി. 1844 പേറ്റന്റ് നേടിയത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തിരുവനന്തപുരം ജഗതിയിൽ നിര്യാതനായി. 1949 ഈ വിയോഗം. ഈ വർഷം ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനം 2 പ്രധാന സംഭവങ്ങളുമായി ഒത്തുപോകുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന്റെ ഐക്യരാഷ്ട്ര ദശകത്തിന്റെ തുടക്കമാണ്. ആദ്യത്തേത് പ്രായമായവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി യോജിച്ചതും സുസ്ഥിരവുമായ സഹകരണത്തിന്റെ 10 വർഷത്തെ തുടക്കമാണിത്. രണ്ടാമത്തേത് വാർദ്ധക്യത്തെക്കുറിച്ചുള്ള 2ാം ലോക അസംബ്ലിയുടെ 20ാം നാഴികക്കല്ലും. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള മഡ്രിഡ് ഇന്റർനാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ നടപ്പിലാക്കുന്നതിന്റെ 4ാമത്തെ അവലോകനവും വിലയിരുത്തലും ആണ്. സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിനും മനുഷ്യാവകാശത്തിനുമുള്ള മറ്റ് ചട്ടക്കൂടുകളുമായി വാർദ്ധക്യം സംബന്ധിച്ച ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഗവൺമെന്റുകൾ ആദ്യമായി സമ്മതിച്ചതാണ് MIPAA. 159 അംഗരാജ്യങ്ങളും ഇതിനായുള്ള പരിശ്രമം തുടരുന്നു. പ്രായമായവരുടെ എല്ലാത്തരം അവഗണന, ദുരുപയോഗം, അക്രമം എന്നിവ ഇല്ലാതാക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി പിന്തുണാ സേവനങ്ങൾ നൽകുന്നു. 2019 2030 ഇടയിൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം 38% വർദ്ധിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഇത് 1 ബില്യണിൽ നിന്ന് 1.4 ബില്യണായി വർദ്ധിക്കുന്നു. ആഗോളതലത്തിൽ യുവാക്കളെക്കാൾ കൂടുതലാണ്. ഈ വർധനവ് വികസന രാജ്യങ്ങളിൽ ഏറ്റവും വലുതും വേഗത്തിലുള്ളതുമായിരിക്കും. മനുഷ്യാവകാശ മേഖലയിൽ ഉൾപ്പെടെ പ്രായമായവരെ ബാധിക്കുന്ന പ്രത്യേക വെല്ലുവിളികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് തിരിച്ചറിയുന്നു. വികസന രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് മുതിർന്നവരുടെ ദുരുപയോഗം. എന്നാൽ ആഗോളതലത്തിൽ ഇത് സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. 1% മുതൽ 10% വരെ തിരഞ്ഞെടുത്ത വികസിത രാജ്യങ്ങളിൽ മാത്രമേ വ്യാപന നിരക്കുകളോ കണക്കുകളോ ഉള്ളൂ. മുതിർന്നവരുടെ മോശമായ പെരുമാറ്റത്തിന്റെ വ്യാപ്തി അജ്ഞാതമാണെങ്കിലും അതിന്റെ സാമൂഹികവും ധാർമ്മികവുമായ പ്രാധാന്യം വ്യക്തമാണ്. 2006 ജൂൺ 15 ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനം ഐക്യരാഷ്ട്രസഭയിലെ വയോജന പീഡനം തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ശൃംഖലയും ലോകാരോഗ്യ സംഘടനയും ചേർന്ന് ആരംഭിച്ചു. ലോകമെമ്പാടുമുള്ള സമൂഹങ്ങൾക്ക് പ്രായമായവരുടെ ദുരുപയോഗം, അവഗണന എന്നിവയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ അവസരമൊരുക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഇന്ന് മറ്റൊരു ദിനം കൂടിയാണ്, വേൾഡ് വിൻഡ് ഡേ. എല്ലാ വർഷവും ജൂൺ 15 നടക്കുന്ന ലോകമെമ്പാടുമുള്ള ഒരു സംഭവമാണ് ഗ്ലോബൽ വിൻഡ് ഡേ. കാറ്റിൽ നിന്നുള്ള ഊർജവും അതിന്റെ ശക്തിയും നമ്മുടെ ഊർജ സംവിധാനങ്ങളെ പുനരൂപകൽപ്പന ചെയ്യാനും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഡീകാർബണൈസ് ചെയ്യാനും തൊഴിലവസരങ്ങളും വളർച്ചയും വർദ്ധിപ്പിക്കാനുമുള്ള സാധ്യതകളും കണ്ടെത്തുന്നതിനുള്ളൊരു ദിവസമാണ്. 2007 ഈ ദിനം ആദ്യമായി ആചരിച്ചത്. പിന്നീട് 2009 EWEAയും GWECയും സഹകരിച്ച് ഇതിനെ ലോക കാറ്റ് ദിനം അല്ലെങ്കിൽ ആഗോള കാറ്റ് ദിനമെന്ന് നാമകരണം ചെയ്തു. യൂറോപ്യൻ വിൻഡ് എനർജി അസോസിയേഷനും ഗ്ലോബൽ വിൻഡ് എനർജി കൗൺസിലും ഈ ദിനം ആഘോഷിക്കുന്നതിനായി ലോകത്താകെയുള്ള വിവിധ സംഘടനകളെ ഏകോപിപ്പിക്കുന്നു. എല്ലാ വർഷവും ജൂൺ 15
ആഗോള കാറ്റ് ദിനം കാറ്റിൽ നിന്നുള്ള ഊർജം നൽകുന്ന ശക്തിയും സാധ്യതകളും ആഘോഷിക്കുന്നു. ആളുകൾക്ക് കാറ്റിനെക്കുറിച്ചും ഈ സുപ്രധാന തരം ഊർജത്തെക്കുറിച്ചും കൂടുതൽ അറിയാനുള്ള ഒരു ദിവസം കൂടിയാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും കാറ്റിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കാറ്റ് തികച്ചും മനോഹരമായ ഒരു ദിവസം നശിപ്പിക്കുന്നു. പൊടിയും അവശിഷ്ടങ്ങളും ചുറ്റും പരക്കാൻ കാറ്റ് കാരണമാകുന്നു. കാറ്റിന്റെ മറ്റൊരു പരാതി മണ്ണൊലിപ്പിന് കാരണമാകുന്നു എന്നതാണ്. ഇത് വളരെ ശക്തമാണെങ്കിൽ കാറ്റ് മരങ്ങൾ കടപുഴകി മറ്റു തരത്തിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. എന്നാൽ കാറ്റൊരു നല്ല കാര്യമായിരിക്കും. നാളെ ജൂൺ 16 വിഷ് ഫുൾഫിൽമെന്റ് ഡേ. സിഗ്മണ്ട് ഫ്രോയിഡ് തന്റെ ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകത്തിലാണ് ആഗ്രഹ പൂർത്തീകരണം എന്ന ആശയം കൊണ്ടുവന്നത്. ഈഗോയും സൂപ്പർ ഈഗോയും അടിച്ചമർത്തപ്പെട്ട അബോധാവസ്ഥയിലുള്ള ആഗ്രഹങ്ങൾ അബോധാവസ്ഥയിൽ സ്വപ്നങ്ങളിലോ സ്വപ്ന സമാനമായ അവസ്ഥകളിലോ ദിവാസ്വപ്നങ്ങൾ, ഭ്രമാത്മകതകൾ, ന്യൂറോട്ടിക് എപ്പിസോഡുകൾ എന്നിവയിൽ നിറവേറുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നാളെ. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. പെരുമ്പുഴയിൽ വണ്ടിയിൽ കയറാൻ ചെളിയിൽ ചവിട്ടും. പെരുമ്പുഴ ജംഗ്ഷനിൽ വാഹനങ്ങൾ കയറണമെങ്കിൽ അഭ്യാസം പഠിക്കും, അല്ലെങ്കിൽ ചെളിയിൽ ചവിട്ടിയേ പറ്റും. പെരുമ്പുഴയിൽ നിന്ന് കുണ്ടറയിലേക്ക് വരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലാണ് വെള്ളക്കെട്ട്. കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ പിൻഭാഗത്ത് കൂടിയാണ് വെള്ളം ഒഴുകിയിരുന്നത്. കിലോമീറ്റർ ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ കോൺക്രീറ്റ് വഞ്ചി ഉൾപ്പെടെ നീരൊഴുക്കിന് തടസ്സമാണ്. സത്യസന്ധതയ്ക്ക് പൊന്മോതിരവും പൊന്നാടയും സമ്മാനം. സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങുന്നതിനിടെ നഷ്ടപ്പെട്ട സ്വർണ്ണമാല ഉടമയ്ക്ക് കൈമാറിയ ജീവനക്കാരിയെ ഈ പൊന്മോതിരത്തിൻ്റെയും പൊന്നാടയുടെയും അംഗീകാരം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇളമ്പള്ളൂർ നാന്തിക്കൽ സ്വദേശിനി അൻസർ മൻസിലിൽ പ്രവാസിയായ നിസാമിൻ്റെ ഭാര്യ നസീറ നിസാമിൻ്റെ 1.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല നഷ്ടമായി. വഴിയിൽ നഷ്ടമായി എന്ന് കരുതി പലയിടത്തുനിന്നും അന്വേഷിച്ചെങ്കിലും കിട്ടാത്തതിനെ തുടർന്ന് വൈകിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയ കുണ്ട്ര ധന്യ സൂപ്പർ മാർക്കറ്റ് മാനേജരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് മാല കടയിൽ ഉണ്ടെന്നറിഞ്ഞത്. പലചരക്ക് സാധനങ്ങളുടെ ഇടയിൽ നിന്ന് ചെയിൻ ലഭിച്ച മാർക്കറ്റിലെ ജീവനക്കാരിയായ മാടൻകാവ് മുണ്ടഞ്ചിറ സ്വദേശിനി അനിമോൾ മാല മാനേജരെ അനിമോളുടെ സത്യസന്ധതയ്ക്ക് പകരം വെക്കാൻ ഒന്നുമില്ലെങ്കിൽ നസീറ നിസാം കുടുംബത്തോടെ എത്തി അനിമോളെ പൊന്നാട അണിയിച്ച് സ്വർണ്ണമോതിരം സമ്മാനമായി നൽകി. ലൈല ക്രിയേഷൻസിന്റെ 6ാമത്തെ സിനിമയാണ് സമയം. സമയം വളരെ സാമൂഹ്യ പ്രസക്തമായ ഒരു വിഷയത്തെ തന്നെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. LT ധർമ്മ തിരക്കഥയും സംവിധാനവും ഒക്കെ ചെയ്തിട്ടുള്ള ഈ സിനിമയും നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നതാണ്. വ്യക്തിപരമായി എനിക്ക് പോലും ചില ആളുകൾ നമ്മൾ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ സമയത്തിരക്കെന്ന് നമ്മൾ പറയുന്നതാണ്. അങ്ങനത്തെ ഒരു തിരക്കൊന്നുമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും സമയം കണ്ടെത്താൻ കഴിയുന്നതാണ്. പക്ഷെ നമ്മൾ നമ്മുടേതായ പല രൂപത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്, നല്ലതും ചീത്തയുമായ കാരണങ്ങൾ കൊണ്ട് നമ്മളതൊക്കെ മാറ്റിവെക്കും. പിന്നീട് അവരെ നമുക്ക് ഒരിക്കൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ സിനിമ കാണുമ്പോൾ അത്തരമുള്ള അനുഭവങ്ങളിൽ കൂടി എനിക്ക് കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും പുതിയ കാലം മനുഷ്യൻ്റെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കെല്ലാം വലിയ തോതിൽ ആ ബന്ധങ്ങൾക്ക് അകൽച്ചയുണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യമാണ്. ഞാനിപ്പോൾ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അല്ല ഇതിനെക്കുറിച്ച് പറയാനിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പറയാൻ എൻ്റെ മനസ്സിൽ വരാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. നിയമസഭയിൽ തന്നെ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പത്രങ്ങൾ എടുത്താൽ ഡൊമസ്റ്റിക് വയലൻസ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുന്ന വാർത്തയാണ്. കുടുംബത്തിലെ 3 ആളുകളെ ഗൃഹനാഥൻ കത്തിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അമ്മ മക്കളെ കൊല്ലുന്നു. മക്കൾ അച്ഛനെ അമ്മയും കൊല്ലുന്നു. നിങ്ങൾ എല്ലാ ദിവസത്തെ വർത്തമാന പത്രത്തിലും നമ്മൾ വെളിയിലുള്ള ക്രൈമിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് വരുന്നതെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ വീട്ടിനകത്തുള്ള ഡൊമസ്റ്റിക് വയലൻസ് കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്
ഇതൊരു കേരളത്തിന്റെ സാമൂഹിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ച രാഷ്ട്രീയ പാർട്ടികളോ പൊതുപ്രവർത്തകരോ മാധ്യമങ്ങളോ ഭരണകൂടമോ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സമയമാണിത്. അപ്പൊ ആ സാമൂഹിക ആരോഗ്യത്തിൽ ഓരോ കുടുംബത്തിലെയും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ വ്യക്തിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. തീർച്ചയായും അങ്ങനെ വലുതായ ഒരു ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ പ്രത്യേകത ഇത്തവണ ശ്രീ തുളസി അദ്ദേഹം മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരാൾ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന വലിയ വെല്ലുവിളി വളരെ മനോഹരമായി സമർത്ഥമായി ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലൈല ക്രിയേഷൻസിൽ നിന്നും ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീട്ടുവളപ്പിലെ ജൈവമാലിന്യ സംസ്കരണത്തിന് പരിശീലനം ആത്മാഭക്തിയുടെ ഭാഗമായി ചിറ്റുമല ബ്ലോക്ക് പരിധിയിൽപ്പെട്ട 8 കൃഷിഭവനുകളിലെ കർഷകരെ ഉൾപ്പെടുത്തി വീട്ടുവളപ്പിലെ ജൈവ മാലിന്യ സംസ്കരണം എന്ന വിഷയത്തിൽ പരിശീലനം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VT രാജി അധ്യക്ഷത വഹിച്ചു. ആത്മ അസിസ്റ്റന്റ് ടെക്നോളജി മാനേജർ രാഹുൽ ബാലചന്ദ്രൻ, മൺട്രോത്ത് കൃഷി ഓഫീസർ മിയ വർഗീസ്, എൽ സിന്ധുകുമാരി എന്നിവർ സംസാരിച്ചു. ജൈവമാലിന്യ സംസ്കരണത്തിലൂടെ സമ്പുഷ്ടമായ ജൈവവളം എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ബോധവൽക്കരണ ക്ലാസ് ബ്ലോക്ക് അഗ്രിടെക് S വിഷ്ണു നയിച്ചു. സ്കൂളിന് നാട്ടുകാരുടെ കരുതൽ. ഓടകളെല്ലാം അടയുകയും പൊതു ഓടയിലേക്ക് സ്കൂൾ വളപ്പിലെ വെള്ളം ഒഴുകിയെത്താനുള്ള മാർഗങ്ങളും അടഞ്ഞതോടെ കരുതലായി നാട്ടുകാരെത്തി. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് CPI പെരിനാട് ചാറുകാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ എത്തിയത്. അഡ്വക്കേറ്റ് R സീതനാഥ്, S സദാശിവൻ നായർ, G സോമരാജൻ, രാജൻ, ജോണി, മണിയൻ, ബാലചന്ദ്രൻ, PTA അംഗം PS സാജൻ എന്നിവരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പേരയം കൃഷിഭവന്റെയും ആത്മയുടെയും നേതൃത്വത്തിൽ കർഷകർക്കായി സുഗന്ധ വിളകൾ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സംബന്ധിച്ച് പരിശീലനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടത്തുകര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷൻ B സ്റ്റഫോർഡ്, ക്ഷേമസമിതി അധ്യക്ഷ N ഷാർലി, ആരോഗ്യ സമിതി അധ്യക്ഷ ലതാ ബിജു, പഞ്ചായത്തംഗങ്ങളായ ആലി ഷാജി, വിനോദ് പാപ്പച്ചൻ, കൃഷി ഓഫീസർ ടെസി റൈച്ചൽ തോമസ് എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. ചിറ്റുമല ടൗണിൽ മഴക്കാല ശുചീകരണം വൃക്ഷത്തൈ നടിയിലും നടന്നു. ചിറ്റുമല ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ടൗണിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനം വൃക്ഷത്തൈ നടലും കിഴക്കേകേരള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സുഗതൻ ചിറ്റുമല അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തംഗങ്ങളായ പാട്ടത്തിൽ സുനിൽ, പ്രദീപ് കുമാർ, സൈമൺ വർഗീസ്, P തങ്കച്ചൻ, G ചന്ദ്രസേനൻ, സോമൻ പൊടിയൻ, ജയ ഹരീന്ദ്രൻ, രാജു പുത്തൻവീട്, കൊട്ടറ എന്നിവർ നേതൃത്വം നൽകി. കൊച്ചരിപ്പല്ല് കാട്ടിയുള്ള കുഞ്ഞുമക്കളുടെ ചിരി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ചിരിയിൽ മയങ്ങാത്തവർ ആരും ഉണ്ടാകില്ല താനും. എന്നാൽ 6-ാം വയസ്സിന് ശേഷം കുഞ്ഞുവാവകളുടെ പല്ലുകൾ പൊഴിയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇതിനു പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. മനുഷ്യന് 2 പ്രാവശ്യം പല്ല് കിളിർക്കുന്നു. ആദ്യം കിളിർത്ത പാൽപ്പല്ലുകൾ ഏതാണ്ട് 6 വയസ്സിന് ശേഷം കൊഴിഞ്ഞു തുടങ്ങുന്നു. പാൽപ്പല്ലുകൾ 10-12 വയസ്സ് വരെ വായിൽ കാണും. അതിനുശേഷം ഇവയ്ക്കു പകരം സ്ഥിരം പല്ലുകൾ ഉണ്ടാകുന്നു. പാൽപ്പല്ലുകൾ 20ഉം സ്ഥിരം പല്ലുകൾ 32ഉമാണ്. പാല് കുടിക്കുന്ന സമയത്തുണ്ടാകുന്നത് കൊണ്ടും പാലിന്റെ നിറമുള്ളതുകൊണ്ടും ഇതിനെ പാൽപ്പല്ലുകൾ എന്ന് വിളിക്കുന്നു. 3 വയസ്സാകുമ്പോഴേക്കും പാൽപ്പല്ലുകളെല്ലാം വന്നിരിക്കും. 6 വയസ്സുമ്പോൾ ഇവ പൊഴിഞ്ഞു തുടങ്ങും. അതോടെ ഇവയുടെ സ്ഥാനത്ത് സ്ഥിരം പല്ലുകൾ വരാൻ തുടങ്ങുന്നു. പാൽപ്പല്ലുകളുടെ സ്ഥാനത്ത് തന്നെയാണ് 6 വയസ്സാകുമ്പോഴേക്കും സ്ഥിരം പല്ലുകൾ മുളച്ചു തുടങ്ങുന്നത്. ഇവ വളർന്നു തുടങ്ങുമ്പോൾ പാൽപ്പല്ലുകളുടെ വേരുകൾ ദ്രവിക്കുകയും തദ്വാര അവയ്ക്ക് പൊങ്ങിവരുന്ന പുതിയ പല്ലിന്റെ മർദ്ദം താങ്ങുവാനുള്ള ശേഷി ഇല്ലാതാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവ പൊഴിഞ്ഞു പോകുന്നത്. സ്ഥിരം പല്ലുകൾ 32 ആണെന്നും പാൽപ്പല്ലുകൾ 20 എണ്ണം മാത്രമേ ഉള്ളൂവെന്നും പറഞ്ഞു വെച്ചല്ലോ.
പാൽപ്പല്ലുകളുടെ പ്രായത്തിൽ കഠിനമായ ചവച്ചരയ്ക്കലുകൾ ആവശ്യമില്ലാത്തതുകൊണ്ട് അണപ്പല്ലുകൾ അപ്പോൾ വളരുന്നില്ല. കഠിനമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറാവുമ്പോഴേക്കും അണപ്പല്ലുകൾ കൂടി വളരുന്നു. അങ്ങനെയാണ് സ്ഥിരം പല്ലുകൾ 32 ആകുന്നത്. നമ്മുടെ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിലുള്ള 6 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ആദ്യമായി ഞങ്ങൾ ഇട്ട സിനിമ ആര് നമ്മൾ സംസാരമില്ലാത്ത സിനിമയായിരുന്നു. ആരും മുഖവും കനൽ ചിരികളും നാളെയും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് എടുത്ത ഞങ്ങളുടെ 2 സിനിമകൾ, അത് ഏറ്റവും അവസാനമായിട്ടുള്ള സമയവും അതിന് തൊട്ടു മുമ്പുള്ള പോട്ട്, 2 സിനിമകളും സംസാരമുള്ള സിനിമകളാണ്. ഈ 2 സിനിമകളും നിങ്ങൾ കാണണം. ഈ 6 സിനിമകളും നിങ്ങൾ കാണണം മുഴുവൻ. നമ്മുടെ ചുറ്റുപാടുമുള്ള അതിലൊക്കെ കാണുമ്പോൾ നിങ്ങളും ചിലപ്പോൾ കഥാപാത്രങ്ങളായേക്കാം. നമ്മുടെ ഒരു വീണ്ടും വിചാരത്തിന് ഈ ചെറിയ കൊച്ചു സിനിമ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ സിനിമകൾ കാണുക, അതിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിലേക്ക് ഇടുക. സന്തോഷം, സ്നേഹം. നാളെ വീണ്ടും നമുക്ക് കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.